ഹലോ ഗൈസ്, ഇന്ന് ഞാനും കാശിമോനും കൂടെ ഒന്ന് പുറത്ത് പോകാനിരിക്കുകയാണ്. വേറെ എവിടെയല്ല, ഹോസ്പിറ്റലിലോട്ടേക്കാണ്. കാശിമോന് 2 ദിവസമായിട്ട് നല്ല പോലെ തുമ്മലുണ്ട്, അതേപോലെ ജലദോഷവും ഉണ്ട്. പൊതുവേ ജലദോഷവും പനിയൊക്കെയാണ് അവന് വരാറുള്ളത്, തുമ്മൽ ഇത്തരത്തിൽ വരാറില്ല. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് തുമ്മൽ നിർത്താത്തായപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട്, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗത്തിൽ തന്നെ ഓട്ടോയിലൊക്കെ കയറി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് അത്യാവശ്യം അടുത്താണ് ഹോസ്പിറ്റൽ, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തി. 10 മണിക്കാണ് വീട്ടിലിറങ്ങിയത്. 10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ OP ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറിനെ വെയിറ്റ് ചെയ്യണേ. ഡോക്ടർ കുറച്ച് നേരം ഡിലേഡ് ആയിരുന്നു, കാരണം 11 മണി കഴിഞ്ഞു ഡോക്ടർ വരാൻ. അതുവരെ കാശിക്കുട്ടനെ പിടിച്ച് നിർത്താൻ ഞാൻ നല്ല പോലെ മെനക്കെട്ടു. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ കാശിക്കുട്ടൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെയും വെയിറ്റ് ചെക്ക് ചെയ്തു. എൻ്റെത് 48.1 ആണ് ഗൈസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഇവിടെ ടൈം ചിലവഴിക്കണ്ടേ. കാശിമോനാണെങ്കിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എത്തിയപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്തതിന് ശേഷം ഇത്രയുമുണ്ട് ഗൈസ് അവൻ്റെ മരുന്നെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വേഗം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പൊതുവേ പപ്സൊന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ബ്ലഡൊക്കെ എടുത്ത ആളാകെ മൊത്തം അവശനായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പപ്സ് വാങ്ങിച്ചു കൊടുത്തു. ചൂടുള്ള ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായയും അവൻ അതേപോലെ ഒന്നും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പപ്സ് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അവനാകെ ഇത്തിരിയേ കഴിച്ചുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറി. കാശിമോൻ ഇതുവരെ ജീപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് വീട്ടിനടുത്തേക്കുള്ള ഒരു ജീപ്പിലോട്ടേക്കാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1:30 കേട്ടോ ജീപ്പ്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്താ ഡ്രൈവർ വരാതെ. കാശിക്കുട്ടനെ ആ കൂട്ടത്തിൽ പല വികൃതിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഡ്രൈവർ ആളെത്തി. ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാശി ആകെ മൊത്തം ഒരു ഉറക്കത്തിൻ്റെ ചടപ്പിലൊക്കെയാണ്, കാരണം രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. ആകെ മൊത്തം ഒരു വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീട്ടിലെത്തുന്നതിനേക്കാളും മുന്നേ കാശിമോൻ്റെ മുടി ഒന്ന് വെട്ടിക്കണമെന്നുണ്ടായിരുന്നു. അവൻ എത്രത്തോളം കേൾക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാർബർ ഷോപ്പിലെത്തി. അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമേ കാശിനെ കയറ്റാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉള്ളിൽ കയറിയപ്പോൾ കാശിമോൻ ആകെ മൊത്തം ബഹളമായിരുന്നു. അവന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മുടി വെട്ടുന്നത്. പൊതുവെ ഞാനാണ് അവന് കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത്തവണ കുറച്ചുകൂടെ മുടി പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഷോപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആകെ മൊത്തം ബഹളമായിരുന്നു ഗൈസ്. അവൻ ഒട്ടും സമ്മതിച്ചില്ല. എങ്ങനെയൊക്കെ ഒരു ഇത്തിരി ഞാൻ കഷ്ടപ്പെട്ട് ഇരുത്തി വെട്ടിച്ചിട്ടുണ്ട്. അവൻ പക്ഷേ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.